എത്ര വർഷം പേരില്? 82-ല്. ഈ 86-ലാണ് ഞാനിവിടെ ഷോപ്പ് എടുക്കുന്നത്, ഈ ഷോപ്പ് എടുക്കുന്നത്. 86, അതായത് എനിക്ക് 82-ല് ഒരു ഷോപ്പുണ്ടായിരുന്നു, അതായത് അമ്മാമ്മേൻ്റെ ഒരു ഷോപ്പായിരുന്നു. ആ ഷോപ്പിൽ ഞാൻ വന്നത്. അവിടെ പഴയ ആൾക്കാർക്കെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസറ്റ് ഗൾഫ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് ഉണ്ടായത്. അവിടെ വാച്ച് റിപ്പയറിങ്ങും റേഡിയോ റിപ്പയറിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ചെറിയൊരു ഷോപ്പായിരുന്നു, അമ്മാമ്മേൻ്റെ ഷോപ്പായിരുന്നു. അപ്പോൾ അത് 86-ല് അടച്ച് 86-ല് ഇതാണ് പിന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 86 മുതൽ ഞാനിങ്ങനെ ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി? ഏകദേശം ഒരു 45 വർഷത്തിനുള്ളിലായി. 82 എന്ന് പറയുമ്പോൾ ഏകദേശം 45 വർഷത്തിനുള്ളിലായില്ലേ? അതെ അതെ. അന്നൊന്നും ഇവിടുന്ന് വേറെ കടകളൊന്നും അല്ല, അന്ന് ഇവിടെ എന്ന് വെച്ചാൽ വെറും ഒരു ഇന്നൊരു 5 മണിയായി കഴിഞ്ഞാൽ ഈ ഷോപ്പെല്ലാം അടക്കും, ഈ ഏരിയ കംപ്ലീറ്റ്. ബിൽഡിംഗ് മെറ്റീരിയൽസും പെയിന്റ് കടയും ഇങ്ങനത്തെ എല്ലായിരുന്നു. എന്റെ ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ടെമ്പററി ആയിട്ട് തുടങ്ങിയ ഒരു ഷോപ്പായിരുന്നു ഇത്. അപ്പോൾ ബഹ്റൈനിലെ 2-3 ഷോപ്പ് ഞാൻ വേറെ ഒന്ന് മറ്റേ ഗുദൈബിയിലെ ഒരു വേൾഡ് ടൈംസ് എന്നിട്ട് തുടങ്ങിയിരുന്നു. പിന്നെ ഗോൾഡ് സൂക്കിലൊരു ഇലക്ട്രോണിക് ഷോപ്പ് തന്നെ അല്ലീൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട്, മോറക്കിലൊരു അല്ലീൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരുന്നു. പക്ഷെ എല്ലാം ഒരു 1.5 വർഷം 2 വർഷം എന്നിട്ട് അതെല്ലാം പൂട്ടിപ്പോയി. പക്ഷെ അൽഹംദുലില്ലാഹ് എനിക്ക് ഈ ഷോപ്പ് കൊണ്ടാണ് എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റിയത്. അബ്ദുറഹിമാൻ. എവിടെ? നാട്ടില് തലശ്ശേരി. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം വെച്ചാൽ എനിക്ക് ഒരുപാട് ഈ മലയാളികളും അതായത് അറബികളും ഇന്ത്യക്കാരെന്നും അറിയാം, അതായത് ഒരുപാട് ഇത് പിന്നെ ആൾക്കാർ എൻ്റെ കസ്റ്റമറാണ്. ഇപ്പം എന്നെ വന്ന് കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ പാർക്കിംഗ് ഏരിയ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അധികം അറബികളും മറ്റുള്ള മലയാളികളെല്ലാം ഫോൺ ചെയ്തിട്ട് നിങ്ങൾ എത്ര മണിക്കാണ് തുറക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പം കൊണ്ടുത്തരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നാട്ടിലെ ക്യാൻസലായിട്ട് പോയ ആൾക്കാരുണ്ട് ഇവിടുന്ന്, പ്രായമുള്ളവരെല്ലാം. അവരുടെ മക്കള് ആദ്യം ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ അവരുമായിട്ട് ഞാൻ ടച്ച് ഉണ്ട്. അവർ ചിലപ്പം എൻ്റെ അടുത്ത് ആദ്യം വാച്ച് റിപ്പയറിന് കൊണ്ടുവരാറുണ്ട്. നാട്ടിൽ നിന്ന് അവർ ഇവിടെ അവരെ മക്കളെ സന്ദർശിക്കാൻ വരുമ്പോൾ ഷോപ്പിൽ വരാറുണ്ട്, വാച്ചിന്റെ ബാറ്റ് ഇടാറുണ്ട്. അങ്ങനെ നമ്മൾ ആ ബന്ധം നമ്മളിപ്പോൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഏകദേശം എൻ്റെ കുട്ടികൾ എൻ്റെ ഈ ഫീൽഡിലില്ല, പക്ഷെ എൻ്റെ പാരമ്പര്യ തൊഴിലാണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മാവൻ, അതായത് ഞാൻ ഈ പണി പഠിക്കുന്നത് എൻ്റെ ഇടയാച്ചനിൽ നിന്നാണ്, അതായത് മദ്രാസിൽ. ഏകദേശം മദ്രാസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ഒരു വാച്ച് റിപ്പയറിംഗ് ഷോപ്പാണ്, അതായത് പിന്നെ മിൻറ്റ് വാച്ച് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ 82-ൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ നിന്നാണ് പണി പഠിക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ അധികം എന്ന് വെച്ചാൽ അന്നേരം ഈ കോഡ്സിൻ്റെ പണികളൊന്നും ഇല്ല. എനിക്ക് വാസ്തവത്തിൽ കോഡ്സ് ഞാൻ സ്റ്റാർട്ടിങ് ആക്കുന്നത് തന്നെ ഇവിടെ നിന്നാണ്. അതായത് കാഷ്യോ വാച്ചിൽ കൂടിയിട്ടാണ് നമ്മളിവിടെ അറിയുന്നത്. ടൈം വരെ ഒപ്പിക്കാൻ മനസ്സിലാക്കിയത് ഇവിടെ വെച്ചിട്ടാണ്. നമ്മളധികം എന്ന് വെച്ചാൽ ഈ ഓട്ടോമാറ്റിക് വാച്ചുകൾ, അതുമാതിരി പിന്നെ വെയിറ്റിംഗ് ക്ലോക്കുകൾ, ഇങ്ങനത്തെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് ഇരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് കോഡ്സ് വാച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.